നമസ്കാരം. സാക്ഷാൽ പരമശിവന്റെ സന്ദേശമാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഭഗവാന്റെ ഈ സന്ദേശം ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അതൊരു സാധാരണ ഒരു കാര്യമല്ല. ഇത് യാദൃശ്യമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ കടന്നു വരാൻ പോകുന്നുണ്ട്. അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും കേൾക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് ഭഗവാന്റെ തീരുമാനത്താൽ തന്നെയാണ് സംഭവിക്കുന്നത്. അതിനാൽ ഈ സന്ദേശം അതൊരു യാദൃശ്യമല്ല. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ നടത്തുന്ന ഇടപെടലുകളും നിങ്ങൾ ഭഗവാന് മുൻപിൽ സമർപ്പിച്ചിട്ടുള്ളതായ അല്ലെങ്കിൽ മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ടുള്ളതായ കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു മറുപടി ലഭിച്ചിരിക്കുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. നിങ്ങളുടെ കണ്ണീര് അതൊരിക്കലും ഭഗവാൻ കാണാതിരുന്നിട്ടില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ ഒഴുക്കിയതായ ആ കണ്ണീരിനുള്ള മറുപടി കൂടിയാണ് ഭഗവാൻ ഈ ഒരു സന്ദേശത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് അത് നിങ്ങൾക്ക് കൂടി വേണ്ടിയുള്ള സന്ദേശം ആയതിനാൽ കൂടിയാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ആയതിനാൽ കൂടിയാണ്. അതിനാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഭഗവാനിൽ നിങ്ങൾക്ക് ഉള്ള ആ വിശ്വാസം അത് ഭഗവാന് മനസ്സിലാകുന്ന സാഹചര്യമാണ് ഉള്ളത്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലും വിഷമങ്ങൾ മാത്രമല്ല മുറിവുകളും പല കാര്യങ്ങളായും സംഭവിച്ചിട്ടുണ്ട്. അത് ഭഗവാന് വ്യക്തമായി കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ വിഷമതകളിൽ ഭഗവാനും അത് നിങ്ങളിലേക്ക് മാറണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾ, നിങ്ങളുടെ കഠിനാധ്വാനം, ഇതെല്ലാം ഭഗവാൻ കാണുന്നതായ സാഹചര്യമുണ്ട്. ഭഗവാൻ ഇപ്പോൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നതായ കാര്യം, വളരെയധികം വിഷമങ്ങൾ അനുഭവിച്ചിട്ട് പോലും അത് പുറമെ പ്രകടമാക്കാതെ പുഞ്ചിരി തൂകി നടക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അത്തരമൊരു വേഷമാണ് നിങ്ങൾ ഇപ്പോൾ അണിഞ്ഞിരിക്കുന്നത് എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ വിഷമതകളും അല്ലെങ്കിൽ നിങ്ങളുടെ നെഞ്ച് തകർക്കുന്ന ആ വേദനയും തളർച്ചയുമെല്ലാം ഭഗവാൻ കൃത്യമായി മനസ്സിലാക്കുന്നതായ സാഹചര്യമുണ്ട്. ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സമാധാനമില്ലാത്ത സാഹചര്യമാണ് ഉള്ളത്. കാരണം എന്താണ് നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്നത്, ആ ഭാരം എന്താണ് എന്ന് പലപ്പോഴും നിങ്ങൾക്ക് ബോധ്യമുണ്ട് എങ്കിലും പലപ്പോഴും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും തടസ്സമായി മാറുന്നു എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഉറക്കം നഷ്ടപ്പെട്ടതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ പല കാര്യങ്ങൾ കൊണ്ടും ഭയം ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇത് മറ്റൊരു വ്യക്തിയോട്, ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനമായാനേ എന്ന് ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അതിന് പോലും സാധിക്കുന്നില്ല. ആരെ വിശ്വസിക്കും? അവർ പുറത്ത് പറഞ്ഞാലോ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അവർ അറിയേണ്ടതില്ല. അത്തരം ഒരു ആശയക്കുഴപ്പവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഉത്കണ്ഠകൾ വളരെയധികം മനസ്സിൽ നിറഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഭഗവാൻ ഈ സന്ദേശം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ ഭഗവാന് അറിയാം എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിലെ ഒരു ചെറിയ വിള്ളലാണ് എങ്കിൽ പോലും അത് ഭഗവാൻ മനസ്സിലാക്കുകയും
നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നിങ്ങളിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ ആ ഒറ്റപ്പെടൽ, അത് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പല വിഷമകരമായ സാഹചര്യമുണ്ട്, കരച്ചിലുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാണ് എങ്കിലും ഒറ്റയ്ക്കായി ആകുന്നതായ സമയത്താണ് എങ്കിലും പല ചിന്തകളോ കണ്ണറിയാതെ നിറഞ്ഞു പോകുന്ന സാഹചര്യമോ നിങ്ങൾക്കുണ്ട്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അത്രമേൽ ആഗ്രഹിക്കുകയും വളരെ പ്രതീക്ഷകളോടെ മുന്നേറുന്ന നിങ്ങൾക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും അകപ്പെട്ട് അല്ലെങ്കിൽ കുടുങ്ങിപ്പോയതായ ഒരു അവസ്ഥ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. അത് നിങ്ങൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ആലസ്യമുള്ള വ്യക്തികളല്ല നിങ്ങൾ. കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇതിൽ നിന്നും രക്ഷപ്പെടണം എന്ന ആഗ്രഹത്താൽ പലവിധ പരിശ്രമങ്ങളും ജീവിതത്തിൽ നടത്തുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും ഇത്തരം ശ്രമങ്ങൾ നടത്തിയിട്ട് പോലും അതൊന്നും ഫലം കാണാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും പ്രതീക്ഷ അത്രമേൽ അർപ്പിച്ച് പ്രവർത്തിക്കുന്നവരാകാം നിങ്ങൾ. എന്നാൽ പിന്നീട് ആ കാര്യങ്ങൾ അത് പൂർണ്ണതയിൽ എത്താതെ അവസാനിച്ചു പോകുന്നു എന്നത് നിങ്ങൾക്ക് വളരെ വിഷമം നൽകുന്ന ഒരു കാര്യമാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥ പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പല ചുമതലകളും അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളും നിങ്ങളിലാണ് പലരും ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ഭാരം നിങ്ങൾക്ക് താങ്ങി മടുത്തിരിക്കുന്നതായ സാഹചര്യമോ അല്ലെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യമോ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത അല്ലെങ്കിൽ വിഷമകരമായ സാഹചര്യങ്ങളിൽ ഒന്ന് കടബാധ്യതകൾ തന്നെയാകാം, ധനപരമായ പ്രയാസങ്ങളാകാം. ധനം വന്നു ചേരും എന്ന പ്രതീക്ഷ ഉണ്ടായിട്ട് പോലും പലപ്പോഴും അത് നടക്കാത്തതിൻ്റെ വിഷമതകളും കടബാധ്യതകളും നിങ്ങളെ തകർക്കുന്നതായ സാഹചര്യമുണ്ട്. പലരും നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും മനസ്സ് കുത്തി നോവിക്കുന്നുണ്ട്. കുറ്റപ്പെടുത്തലുകൾ പലതും കേൾക്കേണ്ടതായ സാഹചര്യം. എന്നാൽ എന്തിനു കുറ്റപ്പെടുത്തുന്നു എന്നത് ഇന്നും ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്തതായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ കുറ്റം കണ്ടെത്തി നിങ്ങളെ വിഷമിപ്പിക്കുന്നതായ സാഹചര്യം. എന്നാൽ ഇതെല്ലാം ഭഗവാൻ അറിയുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷമതകളും അത് ഭഗവാൻ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഈ സമയം നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഷമതകൾ, അത്തരം പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു എങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. ഈ സമയം പല രഹസ്യങ്ങളും അതിന് പിന്നിലുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ അറിയേണ്ടതായ രഹസ്യങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കേണ്ടതായ സാഹചര്യം നിങ്ങളിലേക്ക് കടന്ന് വന്നിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതം മോശമാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പാടുള്ളതല്ല. കാരണം നിങ്ങളിലേക്ക് ഭഗവാൻ നൽകിയിരിക്കുന്നതായ ഊർജങ്ങൾ അത് നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട പോസിറ്റീവായ ഊർജങ്ങൾ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ തടയപ്പെട്ടിരിക്കുന്നു എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ശ്രമങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ നിങ്ങൾ പരാജയപ്പെടുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എങ്കിൽ അത് വാസ്തവമല്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ചിന്തിച്ചാലും അതല്ല സത്യാവസ്ഥ എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും സന്തോഷം ദൂരെയല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ അത് നിങ്ങൾക്കൊപ്പം തന്നെ നിലകൊള്ളുന്നു എന്നത് വാസ്തവം തന്നെയാണ്.
തീർച്ചയായും ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കാതെ മറച്ചു പിടിച്ചിരിക്കുന്ന സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ഉള്ളിലെ ആ അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും നിങ്ങളുടെ മനസ്സിൽ ഈശ്വരാനുഗ്രഹത്താൽ കടന്നു വന്നിരിക്കുന്നതും നിലനിർത്തുവാൻ സാധിക്കുന്നതുമായ നന്മ, അല്ലെങ്കിൽ നിങ്ങളിലുള്ള ഭഗവാന്റെ ആ ചൈതന്യം, അനുഗ്രഹം, ഇതെല്ലാം പലർക്കും അസൂയ ഉളവാക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് വാസ്തവം. പലപ്പോഴും പലരും നിങ്ങൾ തോറ്റുപോകണം അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കരുത് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആ വിഷമതകൾക്കിടയിലും ഉയർന്നു വരുന്നതും പുഞ്ചിരിക്കുന്നതും അല്ലെങ്കിൽ അതെല്ലാം നിങ്ങൾ തരണം ചെയ്യുന്നതും പലർക്കും സഹിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അതിനാൽ തടയപ്പെട്ടിരിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഭാഗ്യാനുഭവങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും എല്ലാം പലരുടെയും ഇത്തരത്തിലുള്ള അസൂയയാലുള്ള നോട്ടത്താൽ പോലും അവർ പോലും ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഏതെങ്കിലും ഒരു കാര്യം ഇപ്രകാരം അവർ മറച്ചു വച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തടയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, എത്ര തന്നെ അവർ ശ്രമിച്ചാൽ പോലും അത് ഭഗവാൻ നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവരും എന്നതാണ് വാസ്തവം. ഭഗവാന് മുൻപിൽ കാണുന്ന ഇത്തരത്തിലുള്ള അനീതി, അതിനുള്ള മറുപടി അവർക്ക് ലഭിക്കും. ഇത്രയും കാലം അല്ലെങ്കിൽ ഈ സമയം വരെ പല കാര്യങ്ങളിലും നിങ്ങൾ നിശബ്ദരായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഭഗവാനും നിങ്ങളിലേക്ക് ഇതിനുള്ള സമയം ആഗതമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്നതാണ് വാസ്തവം. തീർച്ചയായും ഭഗവാൻ ഒരിക്കലും ഇത് കണ്ടില്ല എന്നല്ല അർത്ഥമാക്കുന്നത്. നിന്റെ മനസ്സിലെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ എല്ലാ വിഷമതകളും ഭഗവാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കണ്ണുകൾ നിറഞ്ഞപ്പോഴും നിസ്സഹായരായി നിന്ന അവസരത്തിലെല്ലാം ഭഗവാൻ നിങ്ങൾക്ക് ഒരു താങ്ങായി നിന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഭഗവാൻ അതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഏറ്റവും ഉഗ്രമായ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും ശത്രുദോഷങ്ങളെ മറികടക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹം അത് ഉഗ്രരൂപത്തിൽ നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ഈ സമയം തീർച്ചയായും ആരാണോ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നത് അവർക്ക് ചില തിരിച്ചടികളോ വിഷമങ്ങളോ അല്ലെങ്കിൽ അവരുടെ നാശം തന്നെ അത് പല കാര്യങ്ങളിലും സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. വളരെയധികം ആത്മവിശ്വാസത്തോടെയും വളരെയധികം സന്തോഷത്തിലൂടെയും മുന്നോട്ട് പോയിരുന്ന അവർക്ക് പല കാര്യങ്ങളിലും പരിഭ്രാന്തിയോടെ മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരാം. അവരുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അവർക്ക് ഒരു സ്വബോധം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായി എന്ന് വരാം. പലരെയും അവർ ചതിച്ചിട്ടുണ്ട്. നിങ്ങളും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതായത് നിങ്ങളെയും അവർ ചതിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് തകർച്ചയാണ് ഫലമായി വന്നു ചേരുക. തീർച്ചയായും അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും മറ്റു വ്യക്തികൾക്ക് പോലും അംഗീകരിക്കുവാൻ സാധിക്കാത്ത ചില വിചിത്രമായ പെരുമാറ്റങ്ങൾ അവരിൽ നിന്നും വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതായ സാഹചര്യമില്ല. നിങ്ങൾക്ക് തീർച്ചയായും ഭഗവാൻ ഒരു വിധി നിശ്ചയിച്ചിട്ടുണ്ട്. അത് വിജയത്തിൻ്റെ വഴി തന്നെയാണ്. അത് നിങ്ങൾക്കായി ഭഗവാൻ കൊണ്ടുവരികയും നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ നശിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആ വ്യക്തികളുടെ പ്രവൃത്തികൾ ഭഗവാൻ തന്നെ തട്ടി മാറ്റിയിരിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. തീർച്ചയായും ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, ഭഗവാന്റെ ഈ അനുഗ്രഹം അത് നിങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് പൂർണ്ണമായും വന്നു ചേരുവാൻ നിങ്ങൾ ഈ സമയം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക്
പല കാര്യങ്ങളും വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന വിധം ചില കാര്യങ്ങൾ അനുകൂലമായി എന്ന് വരാം. ഭഗവാൻ അപ്രകാരമാണ്. ഭഗവാനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെയും ഭഗവാൻ കൈവിടില്ല എന്നത് തീർത്ത് പറയുവാൻ സാധിക്കുന്ന കാര്യമാണ്. പല കാര്യങ്ങളിലും മറ്റുള്ളവർ നിങ്ങളിലേക്ക് ചില അവിശ്വാസം, അതായത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കും വിധം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചാൽ പോലും ആ വിശ്വാസം അത് പ്രവൃത്തിയിലാണ് എങ്കിലും, ഭഗവാനുള്ള വിശ്വാസമാണ് എങ്കിലും നഷ്ടപ്പെടാതെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്നത് വാസ്തവമാണ്. അതിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കടക്കുവാനുള്ള ശ്രമങ്ങൾ അത് ഭഗവാൻ തന്നെ തീരുമാനിച്ചുറപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായും ആ ഊർജത്തെ, അതായത് നെഗറ്റീവായ ഊർജം, നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായ ആ ഊർജത്തെ അത് തീർച്ചയായും തട്ടിമാറ്റി നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ആ കാര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഭഗവാനിൽ നിങ്ങൾക്കുള്ള ആ വിശ്വാസം അചഞ്ചലമായ വിശ്വാസം തന്നെയാണ് ഇതിനെല്ലാം ശക്തി നിങ്ങളിലേക്ക് പകരുന്നത് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങളും ഭഗവാനും മാത്രമേ പാടൂ. അതായത് മറ്റ് ചിന്തകൾ പാടുള്ളതല്ല. ഏകാഗ്രത കടന്നു വരണം. ഇതിന് ഭംഗം വരുത്താവുന്ന പല ചിന്തകളും പല വ്യക്തികളും ഈ സമയം കടന്നു വന്നു എന്ന് വരാം. എന്നാൽ അതിനെല്ലാം തരണം ചെയ്ത് നിങ്ങൾ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ നിത്യവും ഭഗവാനെ ആരാധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു പുതിയ അധ്യായം തുറക്കുന്ന സാഹചര്യമാണ് രൂപപ്പെടുക. നിങ്ങൾക്ക് എന്താണോ മനസ്സിലുള്ള ആ ഭാരം, അതിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പലരും നിങ്ങളോട് സ്നേഹത്തോടെ സമീപിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സ്നേഹ സ്പർശനം നിങ്ങളിലേക്ക് വന്നു ചേരും. അത് ഭഗവാന്റെ കൂടി സ്പർശനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ സമയം നിങ്ങൾക്ക് ഭഗവാനുള്ള ആ വിശ്വാസത്തിൽ ഭഗവാന് യാതൊരു വിധത്തിലും സംശയമില്ല എന്ന് കാണുവാൻ സാധിക്കുന്നു. ഈ സമയം നിങ്ങൾ പതറാതെ മുന്നോട്ട് പോകണം. ഈ സമയം നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകേണ്ടതും അനിവാര്യമാണ്. നിങ്ങളുടെ കണ്ണുനീരിൽ ആശ്വാസമായി ഭഗവാൻ ഒപ്പമുണ്ട് എന്ന് കാണുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ സമയം ഭഗവാനിലുള്ള പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകണം. ഏവരും ഭഗവാനെ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഓം നമഃ ശിവായ എന്ന് കമൻ്റായി രേഖപ്പെടുത്താം. അല്ലെങ്കിൽ ഭഗവാന് മുന്നിൽ വച്ചിരിക്കുന്ന പ്രാർത്ഥന നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം. അല്ലെങ്കിൽ മനസ്സിലുള്ള ആ ദുഃഖമാണ് എങ്കിലും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്.